10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നെയിമിംഗ് ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങുന്ന ഹൈഡ്രോ കാർബണുകളെയാണ്. നമുക്ക് ഈ ഹൈഡ്രോ കാർബണുകളുടെ നെയിമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യമായി എടുക്കുന്നത് CH3CH2OH എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇതിന് നെയിമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കാർബൺ ആറ്റങ്ങളുടെ നമ്പർ ഇട്ട് കൊടുക്കണം. നമുക്ക് OHൽ നിന്ന് തുടങ്ങാം. 1 2 3 എന്ന രീതിയിൽ ഞാൻ കാർബൺ ആറ്റങ്ങളെ നമ്പർ ചെയ്തു. അതിനുശേഷം ഇതിനെ നെയിം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ ഇതിനകത്ത് 3 എണ്ണമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പ്രൊപ്പൈനാണ്. പ്രൊപ്പൈൻ. പക്ഷേ പ്രൊപ്പൈൻ എന്ന് മുഴുവനായിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്ത് കളയണം. അതുകൊണ്ട് പ്രൊപ്പാൻ എന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ OH ഗ്രൂപ്പ് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹൈഫൻ ഇട്ടതിന് ശേഷം ഒന്നാമത്തെ കാർബൺ, അതായത് നമ്മുടെ OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഏത് കാർബണിലാണോ വരുന്നത് ആ കാർബണിൻ്റെ നമ്പർ കൊടുക്കുക, പിന്നെ ഒരു ഹൈഫൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ OH ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓൾ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പ്രൊപ്പാൻ 1 ഓൾ എന്ന് നമുക്ക് കിട്ടും. 1 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിലും കൂടെ എഴുതാം. പ്രൊപ്പനോൾ എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രൊപ്പനോൾ എന്ന് കൂടെ എഴുതാം. എന്നാൽ മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുകയാണ്. CH3CH3OH. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 നമ്പർ കൊടുത്തപ്പോഴത്തേക്കും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ പേരെഴുതുന്നു. 3 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് പ്രൊപ്പാൻ തന്നെയാണ്. പ്രൊപ്പൈൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പ്രൊപ്പാൻ എന്ന് എഴുതുന്നു. ഹൈഫൺ കൊടുക്കുന്നു. OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്. ഹൈഫൺ കൊടുക്കുന്നു. ഓൾ എന്ന് എഴുതുന്നു. ഇപ്പോൾ ഇവൻ്റെ പേരെന്താണ്? പ്രൊപ്പാൻ 2 ഓൾ. ഇവൻ പ്രൊപ്പാൻ 1 ഓൾ അല്ലെങ്കിൽ പ്രൊപ്പനോൾ. ഇവൻ്റെ പേര് പ്രൊപ്പാൻ 2 ഓൾ എന്നാണ്. ഇങ്ങനെയാണ് OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നെയിമിംഗ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു കോമ്പൗണ്ടിലേക്ക് പോവാം. അടുത്ത നമ്മൾ എടുത്തിട്ടുള്ളത് കാർബോക്സിൽ ഗ്രൂപ്പാണ്. കാർബോക്സിൽ ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും COOH എന്ന അയൺ വരുന്ന ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാർബോക്സിൽ ഗ്രൂപ്പിന് പേര് കൊടുക്കാൻ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമാണ്. കാർബോക്സിൽ ഗ്രൂപ്പിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമായി എടുത്തിട്ടുള്ളത് CH3COOH എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ആദ്യം എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ C∩OH എന്ന് പറയുന്ന ഈ സംഗതി ഏത് തന്നെയാണ്? COOH തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്നില്ലേ? ആ കാർബൺ ആറ്റത്തെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നെയിമിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എണ്ണം എടുക്കണം. ഓക്കെ, അങ്ങനെ എണ്ണം എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 1 കാർബൺ, ഇവിടെ 2 കാർബൺ ആണ് വരുന്നത്. അപ്പോൾ തന്നെ വേർഡ് റൂട്ട് വരുന്ന ഏതായിരിക്കും? എത്തായിരിക്കും. അതിനുശേഷം അല്ലെങ്കിൽ ഇവിടെ സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈതൈൻ ആണ് വരുന്നത്. ഈതൈന് നമ്മൾ ഈതൈൻ എന്ന് മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കളയണം. അപ്പോൾ എത്താൻ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. COOH വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് മൈനസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഓയിക് ആസിഡ് എന്ന് ചേർക്കണം. എത്തനോയിക് ആസിഡ്. വേർഡ് റൂട്ട് നോക്കുക, എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക, അവൻ്റെ വേർഡ് റൂട്ട് കൊടുക്കുക. അതിനുശേഷം ഓയിക് ആസിഡും കൂടെ ചേർക്കുക എന്ന രീതിയിലാണ് നമ്മൾ COOHനെ നെയിം ചെയ്ത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. CH3CH2CH2COH 1 2 3 4 4 കാർബൺ ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ പേര് വരുന്നത് ബ്യൂട്ടൈൻ എന്നായിരിക്കും. ബ്യൂട്ടൈൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ബ്യൂട്ടാൻ എന്ന് എഴുതിയതിന് ശേഷം ഓയിക് ആസിഡ് എന്ന് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഏതെങ്കിലും, അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായിരിക്കും എപ്പോഴും എന്ത് വരിക? COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുക. ഇതിങ്ങനെ നടുക്കൊന്നും വരില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു വശത്തായിരിക്കും COOH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേര് കൊടുക്കാൻ വളരെയധികം എളുപ്പം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് നോക്കാം. ദാറ്റ് ഈസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം CHO എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് അവിടെ വരുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ C∩OH എന്ന് പറയുന്ന ഈ സംഗതി എന്ത് തന്നെയാണ്? CHO തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എടുക്കണം. 2 കാർബൺ ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്, അല്ലേ? 2 കാർബൺ ആറ്റങ്ങളാണ്. 1
2. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അറിയാം വേർഡ് റൂട്ട് ഏതായിരിക്കും, എത്തായിരിക്കും. ഈത്തൈൻ എന്നാണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കൈൻ്റെ പേര് എഴുതിയിട്ട് ഈ എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കളയണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ എഴുതുന്നില്ല. എത്താൻ എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ കൂടെ അൽ ചേർത്താൽ മതി. എത്തനാൾ, എത്തനാൾ എന്നാണ് ഇവൻ്റെ പേര്. അടുത്ത് നോക്കാം, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 1, 2, 3 കാർബൺ ആറ്റങ്ങളാണ്. CHO ഗ്രൂപ്പും കൂടെ ചേരുമ്പോൾ 3 കാർബൺ ആറ്റങ്ങളാണ് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ വരുന്നതാണ്. അതുകൊണ്ട് വേർഡ് റൂട്ട് വരുന്നത് പ്രൊപ്പൈൻ എന്നാണ്. പ്രൊപ്പാൻ എന്ന് നമ്മൾ എഴുതിയതിന് ശേഷം ആലും കൂടെ എന്ത് ചെയ്യും, കൊടുക്കും. പ്രൊപ്പനാൾ എന്നാണ് ഇവൻ്റെ പേര്. പ്രൊപ്പനാൾ, പ്രൊപ്പനാൾ എന്നാണ് ഇവൻ്റെ പേര്. ഇങ്ങനെയാണ്. ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ COH ഗ്രൂപ്പും CHO ഗ്രൂപ്പും വരുന്നത് എപ്പോഴും ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായിരിക്കും. ഏതെങ്കിലും ഒരു വശത്തായിരിക്കും. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഏതെങ്കിലും ഒരു അറ്റത്തുള്ള കാർബൺ ആറ്റത്തിലായിരിക്കും CHOയും COHും വരുന്നത്. അതുകൊണ്ട് തന്നെ പേര് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഓയിക് ആസിഡ് എന്നും ആലെന്നും എന്ത് ചെയ്താൽ മതി, അവസാനം ചേർത്താൽ മതിയാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഗ്രൂപ്പിലേക്ക് പോകാം. കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം CO എന്നീ 2 ആറ്റങ്ങൾ വരുന്ന ഗ്രൂപ്പാണ് കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കീറ്റോ ഗ്രൂപ്പിൽ എങ്ങനെയാണ് നമുക്ക് പേര് കൊടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. നോക്കിക്കോളൂ, ഇവിടെ കീറ്റോ ഗ്രൂപ്പ് വരുന്നത് മധ്യത്തിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വേർഡ് റൂട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ആറ്റങ്ങളെ നമ്പർ ഇടുന്നു. 1, 2, 3, 4, 5. അപ്പോൾ 5 കാർബൺ ആറ്റങ്ങളാണുള്ളത്. ഓക്കെ, ഇവിടെ നടുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലീസ്റ്റ് നമ്പർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂടെ നമ്പർ ഇടുന്നു. 1, 2, 3, 4, 5. 2 സൈഡിൽ നിന്ന് നമ്പർ ഇട്ടപ്പോഴും കീറ്റോ ഗ്രൂപ്പ് വരുന്നത് എവിടെ തന്നെയാണ്, തേർഡ് പ്ലേസിൽ തന്നെയാണ്. തേർഡ് പ്ലേസിൽ തന്നെയാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കേണ്ട നമ്പർ അത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആൽക്കൈൻ്റെ പേര് എഴുതുക. ആൽക്കൈൻ്റെ പേര് ഇവിടെ 5 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആൽക്കൈൻ്റെ വേർഡ് റൂട്ട് വരുന്നത് പെൻറ്റൈൻ എന്നാണ്. പക്ഷേ പെൻറ്റൈൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ റൂളിൽ പറഞ്ഞിട്ടുണ്ട് -E ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പെൻറ്റൈൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ എടുത്ത് മാറ്റുന്നു. പെൻറ്റാൻ എന്ന് എഴുതിയതിന് ശേഷം എന്താ ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് ഏത് പൊസിഷനിലാണ് വരുന്നത്, കീറ്റോ ഗ്രൂപ്പ് വരുന്നത് തേർഡ് പൊസിഷനിലാണ്. പെൻറ്റാൻ 3 എഴുതിയതിന് ശേഷം അവസാനം ചേർക്കേണ്ട വേർഡ് 1 എന്നാണ്. ഓൺ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പെൻറ്റാൻ 3 ഓൺ എന്നാണ് നമ്മുടെ കീറ്റോ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന പേര്. ഓക്കെ, ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കീറ്റോ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റും, നെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പിന് ഏറ്റവും എളുപ്പത്തിൽ പേര് കൊടുക്കാൻ പറ്റുന്നത് ആൽക്കോക്സി ഗ്രൂപ്പിനാണ്. ആൽക്കോക്സി ഗ്രൂപ്പിന് എങ്ങനെയാണ്, അതായത് ഓക്സിജനാണ് വരുന്നത്. ആൽക്കോക്സി ഗ്രൂപ്പിൽ വരുന്നവൻ ആരായിരിക്കും, ഓക്സിജൻ. ഓക്സിജൻ്റെ 2 വശങ്ങളിലും, ഓക്സിജൻ്റെ 2 വശങ്ങളിലുമായിട്ട് വരുന്ന ആൽക്കൈനുകളുടെ എണ്ണം അല്ലെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് നമ്മളിവിടെ പേര് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആൽക്കോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് CH3O CH2 CH3 എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ആളാരാണ്, ആൽക്കോക്സി ഗ്രൂപ്പ് ആരാണ്, ഈ O ആണ്, ഈ ഓക്സിജനാണ്. ഇവൻ്റെ ഈ ഓക്സിജൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യുക, നോക്കുമ്പോൾ ഏറ്റവും കുറവ് കാർബൺ ആറ്റങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് വേണം നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഏറ്റവും കുറവ് കാർബൺ ആറ്റം വരുന്ന ഏത് സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വരുന്ന എത്ര കാർബൺ ആറ്റങ്ങളാണ്, ഒറ്റ കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ പേര് നമുക്ക് ആദ്യം എഴുതാം. അവൻ്റെ പേര്, അവൻ്റെ വേർഡ് റൂട്ട് ഏതാണ്, ഒറ്റ കാർബൺ വരുമ്പോഴത്തേക്ക് അവൻ്റെ വേർഡ് റൂട്ട് വരുന്നത് മെത്താണ്. മെത്തെന്ന് എഴുതിയതിന് ശേഷം ഓക്സിജൻ്റെ ഓക്സി, മെത്തോക്സി. അതിനുശേഷം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡാണ് ഏറ്റവും കുറവ് കാർബൺ ആറ്റങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി അവൻ്റെ വേർഡ് റൂട്ട് എന്തെഴുതി, മെതോക്സി എന്ന് എഴുതി. അതിനുശേഷം റൈറ്റ് സൈഡ് നോക്കിയപ്പോഴത്തേക്കും 2 കാർബൺ ആറ്റങ്ങൾ വരുന്നു. അതിൻ്റെ പേരെന്താണ്, അവൻ്റെ വേർഡ് റൂട്ട് എന്താണ്, ഈതൈൻ ആണ്. അതുകൊണ്ട് തന്നെ മെത്തോക്സി ഈതൈൻ എന്നെഴുതി. മെത്തോക്സി ഈതൈൻ എന്നാണ് ആൽക്കോക്സി ഗ്രൂപ്പ് വരുമ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര്. ഓക്കെ, അടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് നോക്കാം. ഇവിടെയും ഓക്സിജൻ ഇവിടെയാണ് വരുന്നത്. ഓക്സിജൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ എന്താണ്, 1 കാർബൺ ആറ്റം മാത്രമേ വരുന്നുള്ളൂ. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന സൈഡിലുള്ള ആൽക്കൈനാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇവിടെ 1 കാർബൺ ആറ്റം വരുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങേണ്ട എന്തിൽ നിന്ന് തന്നെയാണ്, മെത്ത് എന്ന വേർഡ് റൂട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം ഇവിടെ 1 കാർബൺ ആറ്റമാണ്. 1 കാർബൺ ആറ്റം വരുമ്പോൾ അവൻ്റെ വേർഡ് റൂട്ട് മെത്താണ്. അതിനുശേഷം നമ്മൾ ഓക്സി എഴുതുന്നു. അതിനുശേഷം ബാക്കി 3 കാർബൺ ആറ്റങ്ങളെയും കൂടി ചേർത്ത് നമുക്ക് എന്ത് പറയാം, 3 കാർബൺ ആറ്റം വരുമ്പോഴത്തേക്കും അവൻ്റെ പേര് പ്രൊപ്പൈൻ എന്നായിരിക്കും. പ്രൊപ്പൈൻ, മെതോക്സി, പ്രൊപ്പൈൻ എന്ന രീതിയിലാണ് ഇവൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വളരെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ടുകൾ മാത്രമേ എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് ചെയ്തത്? കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ് എന്നിവയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഏതെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് ഇതിന് മുമ്പ് ഇതിന് ശേഷം ഈ ചാപ്റ്ററിൽ ഒരുപാട് ഇഷ്ടംപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ് നിങ്ങൾക്ക് വേണം, ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ട് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിലും പലതരത്തിലുള്ള എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആ എക്സാമ്പിൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. ഉറപ്പായിട്ടും അത് വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും. ഇന്ന് വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.